ഹായ് ഫ്രണ്ട്സ്, മോംസ് ആൻഡ് ഹന്നസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് തന്നെയാണ്. വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ചിരട്ട കൊണ്ട് നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതാണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഓയിൽ നമ്മളൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പുറത്തേക്കൊക്കെ ചിന്തി പോവാറുണ്ടല്ലോ. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലുള്ളൊരു കണ്ണൻ ചിരട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു ബോട്ടിലോട്ടാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈ തട്ടാത്ത രീതിയിൽ വെക്കണം. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓയിൽ പുറത്തേക്ക് ചിന്താതെ നല്ല രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് തലയിലൊക്കെ തേക്കാൻ എടുക്കുന്ന ഓയിൽ കുപ്പിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചിരട്ട തട്ടി ചായ വീണിട്ടുണ്ട്. ഇതുപോലെ തട്ടി ചിന്താതെ ശ്രദ്ധയോടെ ചെയ്യണം. ഇനി നെക്സ്റ്റ് ടിപ്പ്. വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ശല്യക്കാരനായി വരുന്ന ഒന്ന് തന്നെയാണ് കൊതുക്. കൊതുകുതിരി കുത്തിവെക്കാൻ സ്റ്റാൻഡൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നിലത്തൊക്കെ വെക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ചാടി കെട്ട് പോവാറുണ്ട്. അതില്ലാതിരിക്കാൻ ഇതുപോലെയുള്ള ഒരു ചിരട്ട എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ കൊതുകുതിരി കത്തി തീരുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും. ഇതുപോലെ നമുക്ക് ചിരട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ കൊതുകുതിരി പെട്ടെന്ന് തന്നെ കത്തി തീരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വാസ്ലീൻ അയിമേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറേ നേരം കത്തി നിൽക്കുകയും ചെയ്യും. ഏത് ഭാഗത്താണോ കൊതുക് ശല്യമായിട്ട് കൂടുതലുള്ളത് ആ ഭാഗത്ത് ഇതുപോലെ കൊതുകുതിരി കത്തിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊതുകുകളൊക്കെ പോയി കിട്ടും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെ സ്കൂൾക്ക് പോകുന്ന കുഞ്ഞു മക്കളുടെ യൂണിഫോമിൽ ഇതുപോലെ പേന കൊണ്ട് വരക്കാറുണ്ടല്ലോ. അത് നമ്മൾ എത്ര അലക്കിയെടുത്താലും അത് പെട്ടെന്ന് പോകുകയില്ല. അങ്ങനെ ഇത് പെട്ടെന്ന് പോവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡെറ്റോൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അലക്കിയാൽ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ പേന കൊണ്ട് വരച്ച ഭാഗത്തേക്ക് കുറച്ച് ഡെറ്റോൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഡെറ്റോൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ പിടിച്ച് ഒന്ന് തിരുമ്മി കൊടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ ആ മഷി ഇളകി കിട്ടും. ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം തന്നെ ഈ ഡെറ്റോൾ ആക്കിയത് കൊണ്ട് ആ മഷിയുടെ കറ ഇതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും അവർ യൂണിഫോമിലും ഡ്രസ്സിലും ഒക്കെ ഇതുപോലെ പേന കൊണ്ട് വരച്ച് വരാറില്ലേ. അപ്പോൾ ഇതുപോലെ ഡെറ്റോളൊക്കെ ആക്കി ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി സ്പ്രേ ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇതുപോലെ ആക്കി കൈകൊണ്ട് തിരുമ്മി കൊടുത്താലും പോവും. നല്ല രീതിയിൽ പോയി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇത് വെള്ളമാക്കിയതിന് ശേഷം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ ആ മഷിയൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ദോശച്ചട്ടിയിൽ പെട്ടെന്ന് തന്നെ എണ്ണമയവും അഴുക്കൊക്കെ പറ്റിയിട്ട് ദോശ കിട്ടാതെ ഇരിക്കാറില്ലേ. അത് പരിഹരിക്കാനും പെട്ടെന്ന് തന്നെ ദോശച്ചട്ടി ക്ലീനായി കിട്ടുവാനും പറ്റിയ നല്ലൊരു ടിപ്പാണ്. അതിനായിട്ട് ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ആഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിരട്ടയിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്പൂൺ ചിരട്ടയുടെ അടിഭാഗത്തേക്ക് തട്ടാതെ നടുവിൽ നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. സ്പൂൺ ചിരട്ടയുടെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ആ ചിരട്ട നല്ല രീതിയിൽ കട്ട പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ 2 ചിരട്ട എടുത്തിട്ടുണ്ട്. ഒരു ചിരട്ടയിൽ കുറച്ച് കണലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചിരട്ടയുടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളുടെ പരിസരത്ത് നിന്നുള്ള കൊതുകുകളൊക്കെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ആ ചിരട്ടയുടെ കണലിലേക്ക് ഞാൻ ചന്ദനത്തിരി കട്ട് ചെയ്തുകൊണ്ട് ഇടുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ കൊതുകുതിരി ഇതിലേക്ക് മുറിച്ചു കൊടുക്കാം. ഈ കൊതുകുതിരിയുടെ പകരം കർപ്പൂരകമോ കുന്തിരിക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് യൂസ് ചെയ്യാം.
എന്നിട്ട് ഈ കൊതുകുതിരി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഈ കണലിൻ്റെ മേലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കണലിൽ നിന്ന് നല്ല രീതിയിൽ പുകയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചകിരിയുടെ തൊപ്പ ഇതുപോലെ ആക്കിയതിന് ശേഷം വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അതിൽ നിന്ന് നല്ല രീതിയിൽ പുകഞ്ഞു വരുന്നുണ്ട്. ഇത് ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. കൊതുക് എവിടെയുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് കൊതുകൊക്കെ അവിടുന്ന് ഓടിപ്പോകും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് വറുവായി കിട്ടുവാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങ നല്ല രീതിയിൽ വറുവായി കിട്ടും. അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ തേങ്ങയ്ക്ക് മധുരമൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സിമ്പിളായ ടിപ്പ് തന്നെയാണ്. ഇതുപോലെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മൾ ഫ്രീസറിൽ വെച്ച ചിരട്ട ഐസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മളുടെ ഐക്ക് പിടിച്ച ദോശക്കല്ലിൽ രാവിലെ നമ്മൾ ദോശ ചുടുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ദോശക്കല്ല് ക്ലീനായി കിട്ടും. സ്പൂൺ വെച്ച് കൊടുത്തത് കൊണ്ട് അതിൽ പിടിക്കാനും നല്ല സുഖമാണ്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ പൊള്ളുകയുമില്ല. ചട്ടി നല്ല രീതിയിൽ ക്ലീനായി കിട്ടുകയും ചെയ്യും. ദോശക്കല്ല് ചൂടാവുന്നതിനനുസരിച്ച് ഇതിലെ വെള്ളം നല്ല രീതിയിൽ ഉരുകിപ്പോവും. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കാൻ കഴിയും. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിലെ അഴുക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സ്പൂൺ വെച്ച് കൊടുത്തത് കൊണ്ട് ആ ഐസ് മെൽറ്റ് ആവുന്നത് വരെ ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തേച്ച് കൊടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിലെ അഴുക്കുകളൊക്കെ നല്ല രീതിയിൽ പൊന്തി വരുന്നത് കണ്ടില്ലേ? ദോശക്കല്ലിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ദോശ അടിയിൽ പിടിക്കുന്ന പ്രശ്നവുമില്ല. അതിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുകൾ ഉണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ഐസ് മെൽറ്റ് ആയതിന് ശേഷം ദോശക്കല്ലിൽ എനിക്ക് കിട്ടിയ അഴുക്കാണ് ഇതൊക്കെ നമ്മൾ എന്നും ദോശ ചുടുമ്പോൾ അതിൽ ഉണ്ടാവുമല്ലോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും. ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ തന്നെ ദോശക്കല്ലിൻ്റെ അടിയിലുള്ള അഴുക്കൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ ഇളകിപ്പോരുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ. ഇനി ഈ ദോശക്കല്ല് ക്ലീനായി കിട്ടുന്നത് കാണാം. ഞാൻ വെള്ളം ചൂടാക്കും തോറും അത് നല്ല അഴുക്കൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ പതഞ്ഞ് വന്നതിന് ശേഷം ചട്ടി നല്ല രീതിയിൽ ക്ലീനായി കിട്ടുകയും ചെയ്തു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.